വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഹോണറബിൾ മെൻഷൻ, വേറെ ആരുടെയല്ല, നമ്മളെ ഗോഡ്സില്ല വേഴ്സസ് കോങ് എന്നുള്ള ആ പടത്തിൻ്റെ ആ ഒരു സീരീസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന കെയിൽ ഹോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൊച്ച്. ആ ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൽ ഈ ഒരു പെണ്ണ് ഡെഫ് ആൻഡ് ഡം ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ റിയൽ ലൈഫിലും പുള്ളിക്കാരത്തി ഡെഫ് ആൻഡ് ഡം തന്നെയാണ്. മാത്രമല്ല പുള്ളിയുടെ മൊത്തം ഫാമിലി ലൈൻ തന്നെ ഡെഫ് ആൻഡ് ഡം ആയിട്ടുള്ള കാര്യമാണ്. പുള്ളിക്കാരത്തി കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചിരിക്കുകയാണ്. ഈ കാര്യം പുള്ളിക്കാരത്തിയുടെ ഫാദർ തന്നെയാണ് ഒരു ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ റെസ്റ്റ് ഇൻ പീസ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡൂംസ്ഡേയുടെ ട്രെയിലറിൽ നമ്മുടെ തോറിൻ്റെ ആ സ്ട്രോം ബ്രേക്കർ കൊണ്ടുള്ള അറ്റാക്ക് ഡൂം 2 വിരലിലേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് അത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, അതായത് തോർ ഈ പടത്തിൽ മരിക്കും എന്നുള്ള കാര്യം. സോ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇൻഫിനിറ്റി വാറിൽ തന്നെ ആ താനോസ് 5 സ്റ്റോൺസ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്തിട്ടും അതിനൊക്കെ ഓവർപാസ് ചെയ്തിട്ടാണ് നമ്മുടെ തോറിൻ്റെ സ്ട്രോം ബ്രേക്കർ നേരെ പോയിട്ട് താനോസിൻ്റെ ചങ്കത്തന്നെ അടിക്കുന്നത്. സോ അതേപോലത്തുള്ള ഒരു അറ്റാക്കിലാണ് നമ്മുടെ തോർ ഇവിടെ വരുന്നത്. പക്ഷേ അത് നമ്മുടെ ഡൂം 2 കയ്യിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, അതായത് നമ്മുടെ ഡോക്ടർ ഡൂമിന് ഈ തോറിനേക്കാളൊക്കെ സ്ട്രെങ്ത് ഉണ്ടോ, താനോസിനേക്കാളൊക്കെ സ്ട്രെങ്ത് ഉണ്ടോ ആ സ്ട്രോം ബ്രേക്കർ അങ്ങനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് അല്ലേ? ആക്ച്വലി ഡൂമിന് സ്ട്രെങ്ത് ഇല്ല. പുള്ളി ഒരു കോമൺ മാനാണ്, പക്ഷേ പുള്ളി പവർഫുള്ളാണ്. ഇപ്പോൾ തോറൊക്കെ ആണെങ്കിൽ പുള്ളി ഒരു ഗോഡാണ്, അതിനനുസരിച്ചിട്ടുള്ള ഫിസിക്കൽ സ്ട്രെങ്ത്തും പുള്ളിക്കുണ്ട്. അതേപോലെ തന്നെയാണ് സെൻട്രിനെ പോലുള്ള ക്യാരക്ടേഴ്സൊക്കെ, ഇവർക്ക് മെയിൻ ആയിട്ടുള്ളത് ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. പക്ഷേ നമ്മുടെ ഡോക്ടർ ഡൂമിന് പവേഴ്സാണുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സ്കാർലറ്റ് വിച്ച്, അതായത് സ്കാർലറ്റ് വിച്ച് തന്നെ എൻഡ് ഗെയിമിൽ നമ്മുടെ താനോസിനെ തന്നെ ഓൾമോസ്റ്റ് കൊല്ലാനാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വാട്ട് ഇഫ് സോംബീസിൽ നമ്മുടെ തോറിനെ സോംബിയായിട്ട് മാറിയിട്ടുള്ള വാണ്ട കൊല്ലുന്നുമുണ്ട്. സോ ഇവരുടെ മാജിക് അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ് ആ സ്ട്രെങ്ത് ഉള്ള ബീയിങ്സിനെ ഇവർക്ക് തടുക്കാനും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനും വേണ്ടി പറ്റുന്നത്. ഫിസിക്കൽ സ്ട്രെങ്ത് വേണമെന്നില്ല. സോ പുള്ളിയുടെ മാജിക് വെച്ചിട്ടാണ് നമ്മുടെ ഡോക്ടർ ഡൂം ആ തോറിൻ്റെ ആ സ്ട്രോം ബ്രേക്കർ അവിടെ തടയുന്നത്. കാരണം അത് തടയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ആ തോർ നമ്മുടെ ഡൂമിൻ്റെ കൈയുടെ അവിടുന്ന് ഒരു പച്ച കളറിൽ എമിഷൻ പോലെ ഒരു ലൈറ്റ് വരുന്നത്. നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ലൈറ്റ്, അതായത് മാജിക് പവേഴ്സ് ഗ്രീൻ കളറിലാണുള്ളത്. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനൊക്കെ ആണെങ്കിൽ ഒരു ഓറഞ്ച് കളർ പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ സ്കാർലറ്റ് വിച്ചിൻ്റെ റെഡ് കളർ. അതേപോലെ ഡോക്ടർ ഡൂം യൂസ് ചെയ്യുന്ന മാജിക് ഗ്രീൻ കളർ റൂയിൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, അതായത് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഡൂമായിട്ട് ഒരു തവണ ഫേസ് ചെയ്തു, അതിന് ശേഷമായിരിക്കും ആ ട്രെയിലറിൻ്റെ ഫസ്റ്റ് കണ്ടിട്ടുള്ള നമ്മുടെ തോർ ഇതിലും വലിയൊരു ആപത്താണ്, അതായത് ഇതിനെ കണ്ടിട്ട് ഞാൻ ഇത്രയും പേടിച്ചിട്ടില്ല എന്നുള്ള രീതിക്ക് പുള്ളി ആ സ്പീച്ച് കൊടുക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. സോ അത് ഈ ഫൈറ്റിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു സ്പീച്ച് വരുന്നത് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ആ സ്പീച്ചിന് ശേഷം ആയിരിക്കണം ആ ഒരു ഫൈറ്റ് നടക്കുന്നത്. കാരണം ആ ഒരു ടൈമിൽ ഡോക്ടർ ഡൂമാണ് ആ ത്രെട്ട് എന്നുള്ള കാര്യം നമ്മുടെ തോറിനോ ബാക്കിയുള്ള അവഞ്ചേഴ്സിനോ ഒന്നും അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലോട്ടിലേക്ക് പ്രകാരം തന്നെ ആദ്യം നമ്മുടെ ഈ ഡോക്ടർ ഡൂം ഈ അവഞ്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും പുള്ളി വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അവസാനം ഒരു പടത്തിൻ്റെ അവസാനത്തോടൊക്കെ എത്തുമ്പോൾ പുള്ളി മാറുന്ന പോലെ ആയിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് അതേ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഷിപ്പിൽ തന്നെ നമ്മുടെ തോറും ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ നിൽക്കുമ്പോൾ തന്നെ ബാക്കിൽ ഒരാളും കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു പക്ഷേ അത് ചിലപ്പോൾ നമ്മുടെ ഡോക്ടർ ഡൂം ആയിരിക്കാം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലീക്സൊക്കെ അനുസരിച്ചിട്ട്, ഇൻസൈഡേഴ്സ് റിപ്പോർട്ട്സൊക്കെ അനുസരിച്ചിട്ട് ഈ ഡോക്ടർ ഡൂം ഈ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെ തുടക്കത്തിൽ ഈ ഡൂമും ഫാന്റാസ്റ്റിക് ഫോറൊക്കെ ചേർന്നിട്ടായിരിക്കും നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആണ് ഈ അനോമലി എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഈ ഇൻകേഴ്ഷനൊക്കെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മുടെ ഡൂമിന് എന്താണ് വേണ്ടത്? ഈ ഇൻകേഴ്ഷൻസൊക്കെ എങ്ങനെയാലും തടയണം. മാത്രമല്ല ഈ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഹീറോനെ പോലെ ആയിരിക്കും ഡൂമിൻ്റെ വോയിസ് ഓവർ കാണിച്ചിട്ടുണ്ടാവുക. അതായത് വരാൻ വേണ്ടി പോകുന്നതിനെ നമുക്ക് ചിലപ്പോൾ തടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക്. ഒരു പക്ഷേ ആ ടൈമിൽ നമ്മുടെ ഡൂം അവഞ്ചേഴ്സിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് ചിലപ്പോൾ അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ മുമ്പിൽ പറയുന്ന കാര്യമായിരിക്കാം ഈ ഇൻകേഴ്ഷൻസിനൊന്നും തടയാൻ പറ്റില്ല എന്ന്. സോ ഒരു നല്ലവനായിട്ടായിരിക്കും ഫസ്റ്റ് ഈ ഡൂം ഇൻട്രോ ആവാൻ വേണ്ടി പോകുന്നത്. ഡൂമിന് എന്താണ് വേണ്ടത്? ഈ ഇൻകേഴ്ഷൻസ് ഒക്കെ തടഞ്ഞിട്ട് അത് മീൻസ് സ്വസ്ഥമായിട്ട് പുള്ളിയുടെ ഫാമിലി ആയിട്ട് ജീവിക്കണം. പക്ഷേ ഈ മൾട്ടിവേഴ്സുകളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻകേഴ്ഷൻസ് എല്ലാം നശിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഇൻകേഴ്ഷൻസ് ഒക്കെ നടന്നിട്ടേ ഇല്ല. ഈ മൾട്ടിവേഴ്സേ ഇല്ലെങ്കിൽ ആ ഇൻകേഴ്ഷൻ തന്നെ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആയിരിക്കണം പുള്ളി ഈ മൊത്തം ഇൻകേഴ്ഷൻസ് നടത്തിയിട്ട് പുള്ളിയുടെ പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ബാറ്റിൽ വേൾഡോ അല്ലെങ്കിൽ പുള്ളിയുടേതായിട്ടുള്ള ആ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ ആ ഡോക്ടർ ഡൂമിന് ആ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം പവർ കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ലോക്കി. ഒരു പക്ഷേ പടത്തിൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ ലോക്കീനെ കൊന്നിട്ട് ആ പവേഴ്സ് അബ്സർവ് ചെയ്തിട്ടായിരിക്കാം ഡോക്ടർ ഡൂം വരുന്നത് തന്നെ. ഒരു പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ട്രെയിലറിൽ നമ്മൾ ഓൾറെഡി ഒരു ഷോട്ട് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ആക്ച്വലി ആ ഒരു ഷോട്ട് ഈ ഡൂം സ്റ്റൈലിൽ തന്നെ ആയിരിക്കണം എന്നില്ല. കാരണം ഓൾറെഡി എന്തായാലും സെപ്റ്റംബറിൽ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം റിലീസ് ആവാൻ വേണ്ടി പോവാണ്. ആ എൻഡ് ഗെയിം റിലീസ് ആവുന്നത് മാത്രമല്ല എക്സ്ട്രാ 7 മിനിറ്റ്സ് ഫുട്ടേജ് അതിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് റൂസോ ബ്രദേഴ്സ് തന്നെ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ സത്യം പറഞ്ഞാൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് ഇപ്പോൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ വരാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഇടയിലുള്ള മൂൺ നൈറ്റ് ന്യൂ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനൊന്നും ചിലപ്പോൾ നമ്മൾ ഈ പടത്തിൽ കാണാൻ വേണ്ടി പോകുന്നേ ഉണ്ടാവില്ല.
സോ ആ ഒരു അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആ പാസ്റ്റിൽ പോയി ട്രാവൽ ചെയ്തിട്ട് പുള്ളിയുടെ ഫാമിലിയായിട്ട് പെഗിയായിട്ട് ജീവിക്കുന്ന ആ ഒരു ടൈമിൽ ലോക്കി നമ്മുടെ ടി വിയുടെ കാർഡുമായിട്ട് പോയിട്ട് പുള്ളിനെ മീറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം ആയിരിക്കാം ഒരു പക്ഷേ ആ ട്രെയിലർ നമ്മൾ കണ്ടിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ ഡൂം ലോക്കിയുടെ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ടായിരിക്കും അത്രയും പവർഫുള്ളായി മാറുന്നതും ആ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതും. അങ്ങനെ ഒരു പക്ഷേ അങ്ങനെ അത്രയും പവേഴ്സൊക്കെ അബ്സോർബ് ചെയ്തതുകൊണ്ടായിരിക്കണം നമ്മുടെ തോറിനെ അങ്ങനെ 2 കയറിൽ നിർത്താൻ വേണ്ടി മാത്രം പവർഫുള്ളായിട്ട് ഡോക്ടർ ഡൂം മാറിയത്. കാരണം പുള്ളിയുടെ പവേഴ്സ് അത്രയും ചിലപ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ഇനി അതിനുശേഷം തോർ മരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഇല്ല. കാരണം ഇൻഫിനിറ്റി വാറിൽ എൻ ഗെയിമിലൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, ഒരു പവർഫുൾ അവഞ്ചറിനെ ആ വില്ലൻ്റെ കയ്യിൽ നിന്ന് പട്ടി അടികൊള്ളുന്ന പോലെ അടികൊള്ളുന്ന കാണിച്ചിട്ട് എങ്കിൽ മാത്രമേ ആ ഒരു വില്ലൻ്റെ ആ ഒരു വില്ലനിസം നമുക്ക് കൺവേ ആകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതായത് ഇപ്രാവശ്യം ഇരയായിരിക്കുന്നത് നമ്മുടെ തോർ തന്നെയായിരിക്കും. അങ്ങനെ ചിലപ്പോൾ ഫസ്റ്റ് നമ്മുടെ തോറിനെ അടിച്ചിടുന്ന പോലെ ചിലപ്പോൾ കാണിക്കാം. മാത്രമല്ല ഇതിൻ്റെ കൺസെപ്റ്റ് ആർട്ടിലൊക്കെ ഓൾറെഡി നമ്മുടെ തോറിൻ്റെ ലൈറ്റ്നിങ് ഒക്കെ യെല്ലോ കളേഴ്സിലുള്ള പോലെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ട്രെയിലർ കണ്ടപ്പോൾ ഓൾറെഡി എന്തായാലും ബ്ലൂ കളേഴ്സിൽ തന്നെയാണ് പുള്ളിയുടെ ലൈറ്റ്നിങ് ഉള്ളത്. സോ അതും ഇതുമായിട്ടൊരു ബന്ധം ഇല്ലാന്നായിരിക്കും, ഐ മീൻ ആ കൺസെപ്റ്റ് ആർട്ടിൽ വെറുതെ അങ്ങ് കൊടുത്തിരിക്കുന്നതായിരിക്കും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻസൈഡേഴ്സ് റിപ്പോർട്ടൊക്കെ അനുസരിച്ചിട്ട് അതങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. കാരണം പുള്ളിക്ക് എന്തെങ്കിലും ഒരു പവർ അപ്ഗ്രേഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിന് മുമ്പും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് ആദ്യം തോർ പട്ടി അടി കൊള്ളുന്ന പോലെ അടി കൊണ്ടിട്ട് പുള്ളി തിരിച്ചു പോയിട്ട് വീണ്ടും ഒരു തിരിച്ചുവരവുണ്ട് പുള്ളിയുടെ കംബാക്ക്. ആ കംബാക്ക് ഒരു ചില്ലറ കംബാക്ക് അല്ലല്ലോ. സോ മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ തോർ കംബാക്ക് അടിക്കാനാണ് ചാൻസ്. ഒരു പക്ഷേ അത് സീക്രട്ട് വാർസിലായിരിക്കാം. എന്തായാലും തോറിനെ കൊല്ലാൻ വേണ്ടി ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തോറിനെ വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറീസ് ഒരുപാടുണ്ട്. ബാക്കിയുള്ള അവഞ്ചേഴ്സിനൊക്കെ വയസ്സാവും, അതുകൊണ്ട് തന്നെ അവരെ റീകാസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കണം. പക്ഷേ തോറിന് അങ്ങനത്തെ കുഴപ്പമില്ല. കാരണം തോർ എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം. അതായത് ഇപ്പോൾ ഒരു 50 വർഷം മാർവലുണ്ടെങ്കിലും ആ 50 വർഷം തോറിന് ഈ സെയിം ആക്ടറിനെ തന്നെ വെച്ച് കാണിക്കാം. കാരണം വയസ്സായിട്ടുള്ള പോലെ കാണിച്ചാലും മതി. ചിലപ്പോൾ തോറിനെ മാത്രമല്ല കൊല്ലാത്തത്, ഒരു പക്ഷേ നമ്മുടെ ഡോക്ടർ ഡൂമും സീക്രട്ട് വാർസിന് ശേഷം മരിക്കണം എന്നില്ല. കാരണം സീക്രട്ട് വാർ കോമിക്സിലും അങ്ങനെ തന്നെയാണുള്ളത്. അതായത് ഈ സീക്രട്ട് വാർസിൽ ഗോഡ് എംപറർ ഡൂമായിട്ട് ആ ബിയോണ്ടേഴ്സിൻ്റെ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ട് ആ ബാറ്റിൽ വേൾഡ് മൊത്തം കൺട്രോൾ ചെയ്യുന്ന രീതിക്ക് നമ്മുടെ ഡോക്ടർ ഡൂം മാറിയിട്ടുണ്ടെങ്കിലും അതിന് ശേഷം നമ്മുടെ ആ ഒറിജിനൽ യൂണിവേഴ്സിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുള്ള കുറച്ച് ഹീറോസൊക്കെ ഉണ്ടാവും. നമ്മുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക്, മൈൽസ് മൊറാൽസ്, സ്പൈഡർമാൻ, അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ. അങ്ങനെ ഇവരൊക്കെ ചേർന്നിട്ട് അത് തിരിച്ച് വീണ്ടും റിവേഴ്സ് ചെയ്യും. അതായത് എങ്ങനെയാണോ ആ പഴയ യൂണിവേഴ്സുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ പഴയ രീതിക്ക് മാറ്റും. മൊത്തത്തിലൊരു റീബൂട്ട് തന്നെ നടക്കും. അതാണ് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് 2015 റിലീസായിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ആ കോമിക്ക് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അങ്ങനെ ആ കോമിക്കിൻ്റെ എൻഡ് ആകുമ്പോഴും ഡൂമിനെ അതിലവർ കൊല്ലത്തൊന്നുമില്ല. കാരണം അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആ യൂണിവേഴ്സിന് അവർക്ക് എല്ലാവർക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എൻഡിങ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓൾറെഡി നമ്മുടെ മൈൽസ് മൊറാൽസൊക്കെ വേറൊരു യൂണിവേഴ്സിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ മൈൽസ് മൊറാൽസൊക്കെ മെയിൻ ആയിട്ടുള്ള എർത്ത് 616 കണ്ടിന്യൂറ്റിലേക്ക് ആ സീക്രട്ട് വേഴ്സിന് ശേഷമായിരിക്കും വന്നിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഡോക്ടർ ഡൂമും പുള്ളിക്കും പുള്ളിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള എൻഡിങ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പുള്ളിക്ക് വേണ്ടതാണ് പുള്ളിയുടെ ഫാമിലി ആയിട്ട് പുള്ളിയുടെ ലാറ്റ്വിയൻ രാജ്യത്ത് സന്തോഷമായിട്ട് ജീവിക്കണം. അതിനായിരിക്കും പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടാവുക. പുള്ളിയുടെ മുഖത്തുള്ള ആ സ്കാറൊക്കെ മാറിയിട്ട് ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടിരിക്കും ആ കോമിക് എൻഡായിട്ടുണ്ടാവുക. സോ അതുപോലെ എൻഡിങ് ആയിരിക്കും ചിലപ്പോൾ സീക്രട്ട് വാർസിന് ശേഷം നമ്മുടെ ഡോക്ടർ ഡൂമിന് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഒരു പുള്ളി മരിക്കാനൊന്നും ചാൻസ് ഇല്ല ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഈ സീക്രട്ട് വാർസ് എന്ന് പറയുന്നത് അപ്പോൾ മൊത്തത്തിലുള്ള ഒരു റീബൂട്ട് ആയിരിക്കുമെന്ന്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, അതായത് ഈ സീക്രട്ട് വാർസ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു റീബൂട്ടല്ല, പക്ഷേ ഈ MCUയുടെ തന്നെ ഒരു സോഫ്റ്റ് റീബൂട്ട് ആയിരിക്കും. ചിലപ്പോൾ ആ സീക്രട്ട് വാർസിന് ശേഷമായിരിക്കും, അതായത് കോമിക്കിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ നമ്മുടെ മൈൽസ് മൊറാൽസിൻ്റെ സ്പൈഡർമാനൊക്കെ MCUയിലേക്ക് വരുന്നതും അങ്ങനെ ആ ഒരു സ്പൈഡർമാനെ വെച്ചിട്ട് നമ്മുടെ ആ അടുത്ത സ്പൈഡർമാൻ മൂവീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതും. അതായത് ഇപ്പോൾ നമ്മൾ കറണ്ടായിട്ട് കണ്ടിരിക്കുന്ന ഒട്ടുമിക്ക അവഞ്ചേഴ്സിൽ ഒരുപാട് പേരൊക്കെ ആ ഒരു അടുത്ത സാഗയിലും ഉണ്ടാവും. അടുത്ത മെയിനായിട്ട് മ്യൂട്ടൻ സാഗയാണെന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്സൊക്കെ അടുത്ത എക്സ്മെൻസിൻ്റെ ഒക്കെ കാസ്റ്റിംഗ് വരെ തുടങ്ങിക്കഴിഞ്ഞു. കാരണം 2028, 2027 ഈ ഡൂംസ്റ്റർ റിലീസ് ആവണമെങ്കിൽ അതിൻ്റെ അടുത്ത വർഷമാണ് അടുത്തൊരു പടം റിലീസാവുന്നത്. സോ അത് മിക്കവാറും എക്സ്മെൻ പടമായിരിക്കും. അങ്ങനെ അപ്പോൾ ആ പടം റിലീസ് ആവണമെങ്കിൽ ഇപ്പോഴേ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവണം. അങ്ങനെ അതിൻ്റെ കാസ്റ്റിംഗ് വർക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതായിട്ട് നമ്മുടെ എക്സ്മെനായിട്ട് ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സിനൊക്കെ കാസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിപ്പോർട്ട്സൊക്കെ വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മുടെ ഈ എക്സ്മെൻസിനൊക്കെ ലീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ജീൻ ഗ്രേ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് റൂമേഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഈ സോഫ്റ്റ് റോബോട്ട് ആണെങ്കിൽ അപ്പോൾ ഈ എക്സ്മെൻസിൻ്റെ ഒക്കെ ഓൾറെഡി സ്റ്റോറീസ് ഈ എർത്ത് 616 തന്നെ ഉണ്ടാവേണ്ടതല്ലേ? അങ്ങനെയാണ് ഓൾറെഡി അവർ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമല്ലേ ആ ഒരു എക്സ്മെൻ മ്യൂട്ടൻസ് ഒക്കെ തുടങ്ങുമ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി മുളച്ച പോലെ അവരെങ്ങനെ കാണിക്കുന്നത്? അവിടെയാണ് സീക്രട്ട് വാർസിൻ്റെ പ്രസക്തി. കാരണം ആ സീക്രട്ട് വാർസിന് ശേഷം ഓൾറെഡി വേറെ യൂണിവേഴ്സുകൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്ന ആ അവഞ്ചേഴ്സോ അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ എർത്ത് 616 വന്നിട്ട് മെർജ് ആയെന്നുള്ള രീതിക്ക് ആ ഒരു കണ്ടിന്യൂറ്റിയിൽ ചിലപ്പോൾ അങ്ങനെ കൊണ്ടുപോകാം. അതാണ് ഞാൻ പറഞ്ഞത്, ഓൾറെഡി ഈ സീക്രട്ട് വാർസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് റീബൂട്ട് ആയിരിക്കുന്നത്. അങ്ങനെ സോഫ്റ്റ് റീബൂട്ട് ചെയ്താലും അവിടെയും നമ്മുടെ തോറിന് അങ്ങനെ തന്നെ സ്കോപ്പ് ഉണ്ട്. കാരണം തോറ് അപ്പോഴും ഇപ്പോഴും ഒരേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക, കോമിക്സിലാണെങ്കിലും അങ്ങനെ തന്നെ. സോ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ തോറിന് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നല്ലാതെ ചിലപ്പോൾ റൂൺ കിങ് തോറായിട്ടൊക്കെ മാറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയില്ല.
കാരണം റൂൺ കിങ് തോർ ആവണമെങ്കിൽ പുള്ളി ഓൾറെഡി മരിച്ചിട്ട് പുള്ളിനെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് പുള്ളി റൂൺ കിങ് തോറൊക്കെ ആവുന്നത്. സോ അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ഇതിൽ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഡൂമിൻ്റെ കയ്യിൽ നിന്ന് അടിച്ച് ചാവറായിട്ടുള്ള പോലെ പുള്ളിക്ക് അടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതിനുശേഷം പുള്ളി എന്തെങ്കിലും ഒരു പവർ അപ്ഗ്രേഡ് കാരണം വീണ്ടും തിരിച്ചു വരുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഡൗട്ടും കൂടി വരും, അതായത് ലോക്കിനെ നീ ഓൾറെഡി കൊല്ലുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇനി ലോക്കി ഉണ്ടാവില്ലേന്ന്. ആക്ച്വലി അങ്ങനെയല്ല, ലോക്കി തിരിച്ചു വരും. അതെങ്ങനെയാണെന്നല്ലേ, ആക്ച്വലി സീക്രട്ട് വാർസിൻ്റെ പ്ലോട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സാധനം ലീക്കായിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൂം ഈ വേൾഡ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യും. അതായത് ആ ഒരു ടൈമിലുണ്ടായിരുന്ന അപ്പോൾ ആ ബാറ്റിൽ വേൾഡിൽ ജീവിക്കുന്ന ഹീറോസൊക്കെ അതാണ് അവരുടെ ജീവചരിത്രം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈമിൽ ആ ബാറ്റിൽ വേൾഡിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള നമ്മുടെ ഹീറോസൊക്കെ വീണ്ടും ഉണ്ടാവും. അതായത് നമ്മുടെ ലോക്കി, തോർ, അയൺമാൻ എല്ലാവരും വീണ്ടും അതിൽ ജനിച്ച് വന്നിട്ടുണ്ടാവും. അങ്ങനെ അതിൽ നമ്മുടെ ലോക്കിനെ കണ്ടുപിടിച്ചിട്ട്, പക്ഷേ ഇതിൽ നിന്ന് ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ കുറച്ച് ഹീറോസിനൊക്കെ ആ ഒരു ടൈമിലും ഉണ്ടാവും, അവർക്കൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ നമ്മുടെ ഡോക്ടർ ഡൂം പേഴ്സണലായിട്ട് പുള്ളിയുടെ ഡഞ്ചനിൽ അടച്ചു വെക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കാര്യങ്ങളൊക്കെ പുള്ളി അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഡോക്ടർ ഡൂമിന് ഏറ്റവും വെറുപ്പുള്ളത് സ്റ്റീവ് റോജേഴ്സിനാണ്. കാരണം പുള്ളി കാരണമാണ് പുള്ളിയുടെ ഫാമിലി, അത് ഡോക്ടർ ഡൂമിൻ്റെ ഫാമിലി നഷ്ടപ്പെട്ടതെന്നുള്ള ഒരു സംഭവമാണ് ഈ സ്റ്റോറി ലൈനിൽ പറയാൻ പോകുന്നത്. അങ്ങനെ ആ ഓർമ്മയുള്ള നമ്മുടെ ഹീറോസ് എല്ലാവരും കൂടി ചേർന്ന് റെസ്റ്റുള്ള ഒരു ടീം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലോക്കിനെ കണ്ടുപിടിച്ചിട്ട്, കാരണം ആ ലോക്കിക്ക് മാത്രമേ ഇപ്പോൾ ഡൂമിൻ്റെ കയ്യിലുള്ള ആ പവേഴ്സ് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ലോക്കി വീണ്ടും ആ പവേഴ്സ് തിരിച്ചെടുത്തിട്ട് ആ ത്രോണിൽ ഇരിക്കുന്ന പോലെയും നമ്മുടെ തോറിൻ്റെ അടുത്ത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുഡ് ബൈ പറയുന്ന പോലെയും എന്നാണ് ആ സീക്രട്ട് വാർസിൻ്റെ പ്ലോട്ടിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു ഗുഡ് ബൈ പറയണമെങ്കിൽ തോർ മരിക്കില്ലല്ലോ, തോർ എന്തായാലും ജീവനോടെ തന്നെ ഉണ്ടാവണമല്ലോ. മാത്രമല്ല ആ റെസിസ്റ്റൻസ് ടീമിലും ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തോർ തന്നെയാണ്. അതായത് വീണ്ടും പുനർജനിച്ച് വന്നിട്ടുള്ളൊരു ക്യാരക്ടറല്ല, പഴയ ആ ഡൂംസ്ഡേയിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളൊരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ തോർ വരാൻ വേണ്ടി പോകുന്നത്. സോ ഡൂംസ്ഡേയിൽ പുള്ളി മരിക്കാൻ ഒരു 99% ചാൻസ് ഇല്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഡോക്ടർ ഡൂം ആദ്യം നമ്മുടെ അവഞ്ചേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കായിരിക്കും ആദ്യം കാണിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പറയാൻ വേറെയും കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ തോർ ആ ബാക്കിയുള്ള ആ അവഞ്ചേഴ്സ് ടവറിലുള്ളവർക്കൊക്കെ ആ സ്പീച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഓരോ ക്യാരക്ടേഴ്സ് നിൽക്കുമ്പോഴും അവിടെ ഇവിടെയും ഓരോരോ ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് അവിടെ വിട്ടു വെച്ചിരിക്കുന്ന പോലെ. നമ്മുടെ മാർവലിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണ്. അതായത് ട്രെയിലറിൽ ചില കാര്യങ്ങളൊക്കെ മറച്ചിട്ടായിരിക്കും അവർ പടത്തിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നമ്മൾ ചിലപ്പോൾ ആ ഗ്യാപ്പുകളിലൊക്കെ പടത്തിൽ കാണുമ്പോൾ ഫില്ലാവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആൾക്കാരുണ്ടാവും. ഒരു പക്ഷേ ഡോക്ടർ ഡൂം തന്നെ അവിടെ ഉണ്ടായിട്ടും ഉണ്ടാവും. അവിടെ ഡൂം മാത്രമല്ല, ഒരു പക്ഷേ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് നിൽക്കുന്നുണ്ടാവും. കാരണം ആ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഷിപ്പിൽ ഈ നമ്മുടെ എർത്ത് 616 വരുമ്പോൾ ഒരു പക്ഷേ ഡോക്ടർ ഡൂമും സ്റ്റീവ് റോജേഴ്സും ആ ഷിപ്പിൽ തന്നെ ഉണ്ടാവണം. മാത്രമല്ല ആ ഒരു ടൈമിൽ നമ്മുടെ തോർ സംസാരിക്കുന്നത് ഡോക്ടർ ഡൂമിനെ കുറിച്ചൊന്നും ആയിരിക്കില്ല, ഇൻക്വേഷനെ കുറിച്ചായിരിക്കും. കാരണം മോസ്റ്റ് പ്രോബബ്ലി അതിന് ശേഷമായിരിക്കും ഇവർ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ തനിക്കോണം മനസ്സിലാക്കിയിട്ട് ആ അവഞ്ചേഴ്സ് വേഴ്സസ് നമ്മുടെ ഡോക്ടർ ഡൂം എന്നുള്ള ആ ഫൈറ്റൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇത് ആ എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് അവർ പോകുന്നതിന് മുമ്പുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കണം. അതിന് ശേഷമാണ് ഇവരെല്ലാവരും സ്പ്ലിറ്റായിട്ട് ആ എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് പോകുന്നതും. ആ എക്സ്മെൻ യൂണിവേഴ്സിലാണ് നമ്മുടെ ആ ഡോക്ടർ ഡൂം പുള്ളിയുടെ ആ ഗ്രീൻ മാജിക് യൂസ് ചെയ്തിട്ട് ആ സെൻറ്റിനൽസിനെയൊക്കെ വീണ്ടും ഉയർത്ത് കൊണ്ടുവരുന്നത്. അതായത് ഓൾറെഡി നമ്മുടെ അവഞ്ചേഴ്സും എക്സ്മെനും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടാവും. ഇവന്മാരൊക്കെ തമ്മിൽ തല്ലട്ടെ, എന്നിട്ട് പുള്ളിക്ക് സുഖമായിട്ട് കൊണ്ടുവരാമെന്നുള്ള രീതിക്കായിരിക്കും നമ്മുടെ ഡോക്ടർ ഡൂം ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ എക്സ്മെൻസിനും അവഞ്ചേഴ്സിനൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് അവർ ഒന്ന് ചേർന്നിട്ടുണ്ടാവും. ആ ഒരു ഘട്ടത്തിലായിരിക്കണം നമ്മുടെ ഡൂമിനെ ഡയറക്റ്റായിട്ട് ഇറങ്ങിയിട്ട് പുള്ളിയുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടെ തകർന്നിട്ടുണ്ടായിരുന്ന ആ സെന്റിനൽ റോബോട്ട്സിനൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നത്. ഈ ഒരു സംഭവമായിരിക്കും ആ ലീക്ഡായിട്ടുണ്ടായിരുന്ന ഡൂംസ്ഡേയുടെ ക്ലിപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. സോ അങ്ങനെ ആയിരിക്കണം നമ്മുടെ അവഞ്ചേഴ്സും എക്സ്മെൻസും അവിടെ ടീമപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഡൂമിനെ എതിർക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിന് ശേഷമാണ് ആ ഫൈറ്റിൽ തന്നെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സും എല്ലാവരും തെറിച്ചു പോകുന്നല്ല കണ്ടിട്ടുണ്ടാവും. അതിന് ശേഷമായിരിക്കും നമ്മുടെ തോർ അവിടെ വന്നിറങ്ങുന്നതും ഡൂമിന് നേർക്ക് വരുന്നതും. കാരണം ഇപ്പോൾ പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡൂമാണ് മെയിൻ വില്ലൻ എന്നുള്ള കാര്യം. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, അതായത് ഓൾറെഡി നമ്മുടെ ആ നെമോറിനെയൊക്കെ കാണിക്കുന്ന ടൈമിൽ ആ മൊത്തം കടൽ തന്നെ ഒരു മരുഭൂമി പോലെ കാണിച്ചിട്ട് പുള്ളിയുടെ ചുറ്റും ആ കടൽ ഒരു വോൾ പോലെ എണീറ്റ് നിൽക്കുന്ന പോലെയാണല്ലോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡൂമിൻ്റെ ഇൻക്വേഷൻസൊക്കെ കാരണം ആ കടൽ എഫക്റ്റ് ആയതാണോ, അല്ലെങ്കിൽ നമ്മുടെ നെമോർ തന്നെ ഒരു പക്ഷേ ആ കടൽ ഇവർക്ക് വരാൻ വേണ്ടിയിട്ട് നിവർത്തി കൊടുത്തതാണോ നോക്കോ. പക്ഷേ ആ ട്രെയിലറിൽ തന്നെ ഒരു ഷോട്ടിൽ നമ്മുടെ ഷൂറി ആ നെമോറിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ടെൻഷൻ ക്രിയേറ്റ് ആവുന്ന പോലെയും അവർ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന പോലെയും ഷൂറി അവരുടെ ബ്ലാക്ക് പാന്തർ ആ ഒരു സൂട്ടപ്പ് ചെയ്യുന്ന പോലെയും കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇവർക്ക് വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഡെമോർ ആ സാധനമൊക്കെ പൊക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു പക്ഷേ അത് നമ്മളെ സൂസൻ സ്റ്റോമിൻ്റെ പണിയായിരിക്കും. കാരണം ഇവരുടെ കൂടെ തന്നെ നമ്മുടെ സൂസൻ സ്റ്റോമും അങ്ങോട്ട് വന്നിട്ടുള്ള കാര്യം അറിയാം. ചിലപ്പോൾ ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട് ആ കടൽ അവരുടെ ഫോഴ്സ് ഫീൽഡ് യൂസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരിക്കണം. അതിന് മാത്രം പവേഴ്സ് സൂസൻ സ്റ്റോമിന് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗലാക്ടസിനെ തന്നെ തള്ളി ഉള്ളിക്കയറ്റിയ ആളാണ്, അതായത് ആ വട്ടത്തിൻ്റെ ഉള്ളിൽ. മാത്രമല്ല ഇപ്പോൾ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് കാരണമാണ് പുള്ളിക്കാരത്തി വീണ്ടും തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ പവേഴ്സൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ടാവാനായിരിക്കാം. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ആ ഒരു കടൽ ചിലപ്പോൾ പുള്ളിക്കാരത്തി ആയിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് ഇതിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഹൈദ്ര ആയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്, ഡൂമിൻ്റെ ഒരു ശിങ്കിടി ആയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നതൊക്കെ ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. കാരണം ആ പാസ്റ്റിൽ പോയിട്ടുള്ള നമ്മുടെ ഒറിജിനൽ സ്റ്റീവ് റോജേഴ്സ് തന്നെ ആയിരിക്കണം ഇതിൽ തിരിച്ചു വരുന്നത്. പിന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ
എന്തെങ്കിലും ലാസ്റ്റ് ഈ സ്റ്റീവ് റോജേഴ്സിനെ പറഞ്ഞു വിട്ടത് തന്നെ നമ്മുടെ ഡൂം ആയിരിക്കുമോ എന്നുള്ള രീതിക്ക് മാറ്റാൻ നിങ്ങൾ ചിന്തിക്കാം. അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. കാരണം ഈ പ്ലോട്ടിലേക്ക് പ്രകാരം സ്റ്റീവ് റോജേഴ്സ് ആണ് ഇതിൻ്റെ മെയിൻ കീ പോയിന്റ്. പുള്ളിയുടെ ആ ടൈം ട്രാവലാണ് എല്ലാത്തിനും കാരണം. സോ അത് ഒറിജിനൽ സ്റ്റീവ് റോജേഴ്സ് ആവാൻ തന്നെയാണ് ചാൻസ്. പിന്നെ ഇന്നും നാളെയും മറ്റന്നാളേക്ക് ആയിട്ട് നമ്മുടെ കോമിക്കോൺ നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ മാർവൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ട്രെയിലർ ആ കോമിക്കോണിൽ വിടുന്നതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് മുമ്പേ തന്നെ വിട്ടു. മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള റൂസോ ബ്രദേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കോമിക്കോണിൽ വലിയ അപ്ഡേറ്റ്സ് തന്നെ ഉണ്ടാവുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു വലിയൊരു സംഭവം ഈ കോമിക്കോണിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. സോ അതിനൊക്കെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണം ടിക്ക് ചെയ്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.